നവംബർ 28 വ്യാഴാഴ്ച. ലൂക്ക 21 20 മുതൽ 28 വരെ വാക്യങ്ങൾ. 1983 ABC ടെലിവിഷൻ നെറ്റ്വർക്കിൽ ആദ്യമായി സംപ്രേഷണം ചെയ്ത ഒരു അമേരിക്കൻ ടെലിവിഷൻ ചിത്രമാണ് ദ ഡേ ആഫ്റ്റർ. നാറ്റോ സേനയും ജർമ്മനിക്ക് മേലുള്ള വാർസോ ഉടമ്പടിയും തമ്മിലുള്ള സാങ്കല്പിക യുദ്ധം ഈ സിനിമ പ്രതിപാദിക്കുന്നു. അത് അതിവേഗം യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സമ്പൂർണ്ണ ആണവ വിനിമയത്തിലേക്ക് വ്യാപിക്കുന്നു. മിസോറിയിലെ കൻസാസ് സിറ്റിയിലെ ലോറൻസിലാണ് ഇത് ചിത്രീകരിച്ചത്. 47,000 ആളുകളുള്ള ആ നഗരം ആണവ ആക്രമണത്തിൻ്റെ പിറ്റേന്ന് എങ്ങനെയായിരിക്കുമെന്ന് ഈ സിനിമ സൂചിപ്പിക്കുന്നു. ദ ഡേ ആഫ്റ്റർ സ്ക്രിപ്റ്റിൽ നിന്നുള്ള ഒരു ഭാഗമായിട്ട് ഇന്നത്തെ വായനയെ കാണാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങളുണ്ടാകും. ഭൂമിയിലെ രാഷ്ട്രങ്ങൾ കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പലിൽ പരിഭ്രാന്തരാകുകയും ചെയ്യും. എന്നാൽ അതേസമയം അവസാനം വീണ്ടെടുപ്പ് ഉണ്ടാകുമെന്നും യേശു നമ്മോട് പറയുന്നു. സമയ അവസാനത്തിൽ യേശു വീണ്ടും ശക്തിയോടും മഹത്വത്തോടും കൂടി വരും. എന്നാൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് വലിയ ദുരന്തങ്ങളും നാശവും ഉണ്ടാകും. അത് വിധിയുടെയും ശിക്ഷയുടെയും സമയമായിരിക്കും. എന്നിരുന്നാലും യേശുവിൻ്റെ പഠിപ്പിക്കലുകളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തയ്യാറായിരിക്കുന്നവർക്ക് ഇത് വീണ്ടെടുപ്പിൻ്റെ സമയമായിരിക്കും. അതിനാൽ കർത്താവിൻ്റെ രണ്ടാം വരവ് അവനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് സ്വാഗതം ചെയ്യുന്ന അനുഭവമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ ജെറുസലമിൻ്റെ പതനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രവചനം യഥാർത്ഥത്തിൽ AD 70 പൂർത്തീകരിച്ചു. റോമൻ പട്ടാളക്കാർ ജെറുസലമിനെ ഉപരോധിക്കുകയും മതിലുകൊണ്ട് അതിനെ വളയുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തികൾ അവലോകനം ചെയ്യാനും സുവിശേഷത്തിൽ വിശ്വസിക്കാനും വിശുദ്ധമായ ജീവിതം നയിക്കാനുമുള്ള ഒരു മുന്നറിയിപ്പാണ്. അതിനാൽ നമ്മുടെ പാതയിൽ കടന്നു പോകുന്ന ഏത് ദുരന്തത്തിലും നാം ഭയപ്പെടേണ്ടതില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.